നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത നമ്മുടെ കുണ്ട്രയുടെ സിനിമാ താരം കുണ്ട്ര ജോണിയുടെ ഛായാചിത്രത്തിൻ്റെ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിൻ്റെ സംസാരമാണ്. മറ്റു വാർത്തകളുണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. സിനിമ ഒരു സാംസ്കാരിക പ്രവർത്തനം അല്ലാതായി മാറുന്നു എന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. ഒരു സാംസ്കാരിക പ്രവർത്തനം ആകേണ്ട സിനിമയും സീരിയലുകളും സമീപകാലത്ത് അങ്ങനെ അല്ലാതായി മാറുന്നത് സാമൂഹ്യ ദുരന്തമാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. കുണ്ട്ര ഫാസിനെ 4 നൂറ്റാണ്ട് കാലം നയിച്ച നടൻ കുണ്ട്ര ജോണിയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജോണി അനുസ്മരണം ഫാസ് കുടുംബസംഗമവും PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ഫാസ് പ്രസിഡന്റ് KG കോശി അധ്യക്ഷത വഹിച്ചു. M നൌഷാദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി PMA റഹ്മാൻ, ട്രഷറർ കൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. അതൊക്കെ മറ്റൊരു അവസരത്തിലാകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കുടുംബങ്ങളെയൊക്കെ വല്ലാതെ ഇന്ന് മാരകമായി ബാധിക്കുന്ന മറ്റൊന്നാണ് പലപ്പോഴും ഈ നമ്മുടെ ചില സാംസ്കാരിക പരിപാടികൾ, നമ്മുടെ ടെലിവിഷനിലൊക്കെ വരുന്ന പല പരിപാടികളും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ എനിക്ക് ചില അഭിപ്രായങ്ങൾ പറഞ്ഞതാണ്. നമ്മുടെ ചില ടെലിവിഷൻ സീരിയലുകൾ ഉൾപ്പെടെയുള്ള അതിൻ്റെയൊക്കെ ചില പ്രമേയങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിത പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന തരത്തിൽ അത് സിനിമകളും ഇപ്പൊ സമീപകാലത്ത് വന്ന പല സിനിമകളെ കുറിച്ചും വളരെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പലപ്പോഴും ഈ സിനിമ എന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനം എന്ന രീതിയിലാണ് പലപ്പോഴും നിർവചിച്ചിരുന്നത്. അങ്ങനെയാണ് ഞാനൊക്കെ അതിനെ കണ്ടിരുന്നത്. ഒരു സാംസ്കാരിക പ്രവർത്തനം, ഓരോ സിനിമയും ഓരോ സാംസ്കാരിക നിർമ്മിതിയാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന, കലാമൂല്യമുള്ള ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവം നൽകുന്ന, ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിൽ പോകുന്ന തരത്തിലുള്ള സിനിമകൾ, ജീവിതത്തിന്റെ മികച്ച കലാ അനുഭവം നൽകുന്ന സിനിമകൾ, തീവ്രമായ ദൃശ്യാനുഭവം നൽകുന്ന മികച്ച കലാമൂല്യമുള്ള സിനിമകൾ, അത്തരം സിനിമകളൊക്കെ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു നാടാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ ശ്രദ്ധയിലേക്കൊക്കെ മലയാള സിനിമ വന്നത് ആ കലാമൂല്യത്തിന്റെയും സാങ്കേതിക മികവിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഇന്നിപ്പോ വർത്തമാനകാലത്ത് നമ്മുടെ സിനിമകൾ അപൂർവമായി മാത്രമാണ് നമുക്ക് അങ്ങനെ ഒരു കലാമൂല്യമുള്ള ജീവിതത്തിന്റെ യഥാർത്ഥ ഒരു കാഴ്ചാനുഭവം നൽകുന്ന സിനിമകൾ അപൂർവമായിട്ടാണ് ഉണ്ടാകുന്നത്. ഭൂരിപക്ഷം സിനിമകളും കച്ചവടം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അത് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക, കോടി ക്ലബുകളിൽ ഇടം നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് മാത്രം സിനിമ മാറുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു കൾച്ചറൽ ആക്ടിവിറ്റി എന്ന നിലയിൽ നിന്ന് സിനിമ ഒരു കച്ചവട പ്രവർത്തനമായി മാറുമ്പോൾ ഇതൊരു സാംസ്കാരിക പ്രവർത്തനമല്ലാതായി മാറുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ എല്ലാ സിനിമകളെയും അടച്ചാക്ഷേപിക്കുകയല്ല. മോൻ എവിടെ കാവ്യെ കണ്ടില്ലല്ലോ? അവനെ അപ്പുറത്തെ തുഷാര ചേച്ചിയുടെ വീട്ടിൽ മൊട്ടയ്ക്ക് പറഞ്ഞു വിട്ടേക്കുവാ. 3-ലല്ലേ അവൻ പഠിക്കുന്നേ? കേല രജനിയുടെ മോനെ അവരേതോ ഒരു വലിയ സ്കൂളിൽ ചേർത്ത്. നീ അറിഞ്ഞായിരുന്നോ? അത് നമ്മുടെ കണ്ണപ്പനെ അവിടെ ആക്കാമായിരുന്നു. ഇല്ല ചേച്ചി, അവനെ നമ്മളെ അതാ വന്നല്ലോ. ഇതാ മുട്ട. തുഷാരേന്റി 50 rupees ബാലൻസ് തന്നു. പിന്നെ ഇതാ ചോക്ലേറ്റ്സും വാങ്ങി 8 rupees. ബാലൻസ് 42 rupees. കൊള്ളാമല്ലോ കണ്ണപ്പ, കണക്കൊക്കെ ശരിയാണല്ലോ. നീ വന്നോ? ഇതാ ചോക്ലേറ്റ്. ഇവൻ ഏത് സ്കൂളിലാ കാവ്യ പഠിക്കുന്നേ? കൊള്ളാമല്ലോ. മോനെ സെന്റ് കുര്യാക്കോസ് LPS സ്കൂളിലാ പഠിക്കുന്നേ. അവിടെ പാഠപുസ്തകം മാത്രമല്ല, ജീവിതവും പഠിപ്പിക്കുന്നുണ്ട്. മികവിൽ എന്നും ഒന്നാമത് സെന്റ് കുര്യാക്കോസ് LPS പള്ളിമുക്ക് കുണ്ടറ. സബ് ജില്ലാ കലോത്സവത്തിൽ 2nd ഓവറാൾ. പ്ലേ സ്കൂൾ ഓപ്പൺ. ചിട്ടയായ അസംബ്ലി. 1 മണി വാർത്ത. സിമ്പിൾ എക്സ്പെരിമെന്റ്സ്. സ്മാർട്ട് ക്ലാസ് റൂംസ്. IT ലാബ്. എക്സലന്റ് LSS ട്രെയിനിങ്. സ്കൂൾ ക്ലാസ് ലൈബ്രറികൾ. പരിശീലനം ലഭിച്ച അധ്യാപകർ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ. സ്കൂൾ ബസ് സൗകര്യം. ഇവയെല്ലാം സെന്റ് കുര്യാക്കോസ് LPSൽ സ്വന്തം. കുട്ടി
കുട്ടികൾ പുസ്തകത്തോടൊപ്പം ജീവിതവും പഠിക്കട്ടെ. പരീക്ഷകളോടൊപ്പം കുട്ടികൾക്ക് ജീവിതത്തിലും വിജയം നേടാൻ ഇന്നു തന്നെ സെന്റ് കുര്യാക്കോസ് LP സ്കൂളിൽ അഡ്മിഷൻ എടുക്കൂ. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സമ്മേളനം നടന്നു. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ കുണ്ട്ര ഡിവിഷൻ വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് N. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് S. നാരായണപിള്ള അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി K. അശോകൻ, ഡിവിഷൻ സെക്രട്ടറി P. മുരളീധരൻപിള്ള, ട്രഷറർ ജോൺസൺ ഫെർണാണ്ടസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. രാമചന്ദ്രൻ നായർ, ജില്ലാ പ്രസിഡന്റ് M. ചന്ദ്രശേഖരപിള്ള, T. സുദർശനൻ, A. അബ്ദുൾ റഹീം, P. K. ശ്യാമള, N. ഹരിദേവൻ, K. സുഗതൻ, അജിത് പോൾ എന്നിവർ സംസാരിച്ചു. ഒരു യോജിച്ച മുന്നണി രൂപീകരിച്ചുകൊണ്ട് എല്ലാവരെയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു സമരത്തിലേക്ക് പോവുകയാണ്. അത് എല്ലാ ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും പെൻഷൻകാരുടെയും യോജിച്ച ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം കളക്ട്രേറ്റ് മാർച്ച് നടത്തി. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമം നിർമ്മിച്ച് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് കേരള യുക്തിവായ സംഘം നടത്തുന്ന 9ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി കളക്ട്രേറ്റിലേക്ക് ജനകീയ മാർച്ച് നടത്തി. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ C. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള യുക്തിവായ സംഘം സംസ്ഥാന സെക്രട്ടറി സന്തോഷ് മാനവം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സുധി ശങ്കരൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം G. രാജശേഖരൻ, P. ഭാസ്കരനുണ്ണി ഫൗണ്ടേഷൻ സെക്രട്ടറി ടെനിസൺ, A. ജെയിംസ് എന്നിവർ സംസാരിച്ചു. നിങ്ങൾ ഉന്നത വിജയം സ്വപ്നം കാണുന്നവരാണോ? സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകളിൽ ചേരൂ. SSLC +2 മെഗാ ഇന്റൻസീവ് കോച്ചിംഗ് ക്ലാസുകൾ വേണൂസിൽ ആരംഭിച്ചിരിക്കുന്നു. +1 9-8 ക്ലാസുകളിലെ സെർവൻ ക്ലാസുകൾ, നൈറ്റ് ക്ലാസ്, ഹോസ്റ്റൽ ക്ലാസ് എന്നിവയും ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് ക്രാഷ് കോച്ചിംഗ് 2025 ഏപ്രിൽ 2 ആരംഭിക്കുന്നു. +2 പ്രാക്ടിക്കൽ ക്ലാസുകൾ 2025 ഏപ്രിൽ 1 ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ വിജയം ഇനി വേണൂസിലൂടെ സ്വന്തമാക്കാം. നമ്പർ 1 റിസൾട്ട് ഇൻ ദ സ്റ്റേറ്റ്. വേണൂസ് കോളേജ്, കുണ്ടറ, ഇളമ്പള്ളൂർ, കുഴുമതിക്കാട്, ചൊവ്വള്ളൂർ. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കുണ്ടറയിൽ PC വിഷ്ണുനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സാം പാലുവിള അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ അബ്ദുൾ റഹീം, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ പൈക്കാട്ട്, വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് KG സൽമ ഭായി, ജില്ലാ സെക്രട്ടറി യാസർ അറാഫത്ത്, സംസ്ഥാന ട്രഷറർ ജോബിൻ വയനാട്, അജയ് കുമാർ എന്നിവർ സംസാരിച്ചു. ആരംഭിക്കുന്നതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇന്ന് ഒരുപാട് ആ മേഖലയെല്ലാം പുരോഗമിച്ചു. ഈ മേഖലയിലെല്ലാം ഇപ്പോൾ ഇവിടെ ഇതിനോടൊപ്പം തന്നെ ഉപകരണങ്ങളുടെ എക്സിബിഷനും കമ്പനികളെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട്
അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ പുതിയ കാലത്തിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും ഒരുപോലെ അഭിമുഖീകരിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങളുടെ ക്ഷേമനിധിയാണ്. അത് ഈ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ ക്ഷേമനിധിയിൽ വേണ്ട, പകരം ഈ IT വെൽഫെയർ ക്ഷേമനിധിയിലാണ് നിങ്ങൾ ഉണ്ടാകേണ്ടത് എന്നാണ് സംഘടനയുടെ ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കാം എന്നുകൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAG CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. നാട്ടുപട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനർ പുറത്തിറങ്ങിയിട്ടുള്ള 17 ഹ്രസ്വ ചിത്രങ്ങൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. 6 മുതൽ തിരികെ വരെയുള്ള സിനിമകളാണ് അതെല്ലാം. അവസാനമായി ഞങ്ങൾ റിലീസ് ചെയ്ത സിനിമ തിരികെയാണ്. ഇത് നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഒരു സിനിമയാണ്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരെ ഒരു ചെറിയ പ്രതിരോധം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ 15 മിനിറ്റുള്ള ഹ്രസ്വ ചിത്രം ഇറക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതെല്ലാം നിങ്ങൾ കാണുകയും നിങ്ങളുടെ വീട്ടിലുള്ളവരെ കൂടി കാണിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നിങ്ങൾ ഇന്ന് തന്നെ ഈ സിനിമ കാണും എന്ന പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുപട്ടം ടീമിന്റെ സ്നേഹം, ആദരം.